ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരിയുണ്ടയാണ്. റവ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് വേണമെങ്കിൽ പറയാം. ഇതിൽ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല, ശർക്കര വെച്ചിട്ടാണ് ഈ ഒരു തരിയുണ്ട ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഹെൽത്തിയാണ്, അതുമല്ല നല്ല ഈസിയുമാണ്. ഒരു 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ നമുക്കിത് സൂക്ഷിക്കാം. തരിയുണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരാഴ്ച മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് ഫോൺ വെച്ചിട്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീഷോ ആപ്പ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റൊക്കെ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു തരിയുണ്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു നെയ്യിൽ കുറച്ച് കാഷ്നട്ട് കിസ്മിസ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കാഷ്യൂ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിടി അത്ര എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുക. അത് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് റൈസിൻസും കൂടി ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം. കാഷ്യും കിസ്മിസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒട്ടും നെയ്യില്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. റവൻ്റെ കളറൊന്നും മാറിയിട്ട് കറുത്ത് പോകരുത്, ഈ ഒരു മൊഞ്ച് പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു 1.5 അച്ച് ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവക്ക് 1.5 അച്ച് ശർക്കരയാണ് എടുക്കാറുള്ളത്. 1.5 അച്ച് ശർക്കര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പീസും പിന്നെ ഒരു പകുതി പീസും, അതാണ് 1.5 അച്ച് ശർക്കര എന്ന് പറഞ്ഞത്. നമ്മുടെ മിക്സ് ഓവറായിട്ട് അങ്ങ് ലൂസാവരുത്. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനൊന്നും പറ്റില്ല മാവ് ലൂസായി കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുമ്പം ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് ബാക്കി ഒഴിച്ച് കൊടുത്താൽ മതി. ശർക്കര പാനിയുടെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം ശർക്കര പാനിയുടെ കേട്ടോ. പതുക്കെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നങ്ങ് ഉരുട്ടി നോക്കുക. കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ശർക്കരപ്പാനി ചെറിയ ചൂടോടെയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമ്മൾ റവ വറുത്ത സമയത്ത് റവയും നല്ല ചൂടുണ്ട്. ചൂടുള്ള ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നമ്മുടെ മിക്സ് നല്ല ചൂടുണ്ടാവും. എന്നാലും തണിയാൻ വേണ്ടി നിൽക്കരുത്, അതായത് ചൂട് ഫുള്ളായിട്ട് പോകാൻ വേണ്ടി നിൽക്കരുത്. ചെറിയ ചൂടോടെ വേണം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ഒരു വലിപ്പം മാത്രമേ ആക്കുന്നുള്ളൂ. പൊതുവേ തരിയുണ്ട നല്ല വലിപ്പം ഉണ്ടാവും. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കറുത്ത മുന്തിരിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര നല്ല കളർ ഉണ്ടെങ്കിൽ ഈ ഒരു ഉണ്ടക്ക് നല്ല കളർ ഉണ്ടാവും. പിന്നെ ഞാൻ ശർക്കര പാനിയിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി ആദ്യം. പിന്നെ അതുപോലെ തന്നെ ശർക്കര നമ്മൾ മെൽറ്റാക്കിയതിന് ശേഷം അരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായത്. എന്നിട്ടാണ് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള നല്ല തരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.